के लबड़ा सारे जग तो वे प्यारा तू यारा दीवाना तेरा मैं सजना दिल तेरा ही ना जपदा हथ मेरा फड़ के रखया तू यारा ओ यीशुआ तू मेरा सारा जहां मेरे खुदा तू ही मेरी है परान ओ यीशुआ तू मेरा सारा जहां तेरा दीदार है हीरे आवर्गा दिल के ये धागे कभी पहले भी बांधे कई लाखों जो बातें सुनी झूठे थे वादे सभी जब से मिला हूँ तुझे तुझसा न देखा कहीं आंखें जो तुझ पे बसी कुछ और दिखता नहीं दीवाना तेरा मैं सजना बाके तेनों की लबड़ा सारे जग तो वे प्यारा तू यारा दीवाना तेरा मैं सजना दिल तेरा ही ना जपदा हथ मेरा फड़ के रखया तू यारा ओ यीशुआ तू मेरा सारा जहां मेरे खुदा तू ही मेरी है परान ओ यीशुआ तू मेरा सारा जहां तेरा दीदार है हीरे आवर्गा പ്രൈസ് ഗോഡ്. നമ്മുടെ കൂടെ ഉള്ളത് റൈസിന്റെ മ്യൂസിക് മിനിസ്ട്രി ആണ്. നമുക്ക് അവരോട് എന്തൊക്കെയാണ് ഈ റൈസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. വായോ. ഹലോ മ്യൂസിക് മിനിസ്ട്രി, എങ്ങനെയുണ്ടായ റൈസ്? സൂപ്പർ ആയിരുന്നു. റൈസിന് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്? ഞാൻ ഒരു ഫണ്ടാസ്റ്റിക് സത്യം പറയട്ടോ, നല്ലതായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണി, ഈ ഒരു മ്യൂസിക് മിനിസ്ട്രിയുടെ ഒരു സ്പിരിച്വൽ ജേണി എങ്ങനെയായിരുന്നു? സ്പിരിച്വൽ ജേണി എല്ലാം ഗ്ലന്ന ചേച്ചിയാണ് ഞങ്ങളെ നയിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും പറയടാ. നമുക്കൊരു സബ്കോ ബോലോ പറഞ്ഞാലോ? സബ്കോ ബോലോ. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റൂർ പാരിഷിന്റെ കൂടെയാണ്. ചിറ്റൂർ ജിസൂത്ത്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് റൈസ് എങ്ങനെയുണ്ട്? എന്താണ് ഇതിനകത്ത് ലീഡേഴ്സ് ഉണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ട്, എങ്ങനെയുണ്ടായി റൈസ്? അടിപൊളിയായിരുന്നു. കിടു സംഭവം, വൈബാണ്, സെറ്റാണ്. റൈസിലെ ലീഡർ എന്ന നിലയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ സീനാണ്, പൊളിയാണ്. സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത് റൈസിനെ പറ്റി? പിള്ളേരെ കുറിച്ച് ഒന്നും പറയാനില്ല. സൂപ്പർ. ചിറ്റൂർ അടിപൊളിയാണ്. ചിറ്റൂർ അടിപൊളിയല്ലേ? പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആറ്റംബൂടൊപ്പമാണ്. ആറ്റംബു നമ്മുടെ ജിസിയുത്തിന്റെ സ്വന്തം എൽഡറാണ്. സോ ആറ്റംബൂനോട് നമുക്ക് ചോദിക്കാം, ആറ്റംബു പിള്ളേരെ റൈസിന് വേണ്ടി വിട്ടപ്പോൾ എന്തായിരുന്നു ആറ്റംബുയുടെ ഒരു എക്സ്പെക്ടേഷൻ? മോളാണ് വന്നേക്കുന്നത്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അറിഞ്ഞ തമ്പുരാൻ എൻ്റെ മക്കളും അറിയണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അത് അറിയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ വിട്ടത്. എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആളും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ കണ്ടോളൂ, ആളിപ്പോൾ കുടിക്കാനൊക്കെ ആയിട്ട് പോയി, പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റൈസ് അറ്റൻഡ് ചെയ്ത 2 കുട്ടികളുടെ കൂടെയാണ്. നമുക്ക് അവരോട് ചോദിക്കാം റൈസ് എങ്ങനെയുണ്ടായിരുന്നു? റൈസ് എങ്ങനെയുണ്ടായിരുന്നു? റൈസ് സൂപ്പർ, ഒന്നും എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് ലാസ്റ്റ് 2 days എന്ന് പറഞ്ഞാൽ ചുമ്മാ DJ ഒക്കെ വെറുതെ സീനായിരുന്നു. എന്താണ് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത്? അഡോറേഷൻ മ്യൂസിക്
അഡോറേഷനും മ്യൂസിക്കും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ശരിക്കും ഈശോനെ കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞാൻ മാനാട്ടുപറമ്പ് ഞാൻ ഇവിടുത്തെ സെയിന്റ് മേരീസ് ബസിലിക്ക. അപ്പോ ഇനി ലൈഫ് ലോങ് നിങ്ങൾ ഈശോനെ കൊണ്ടല്ലേ നടക്കുള്ളൂ ലൈഫിൽ, അല്ലേ? ഉറപ്പല്ലേ? സബ്കോ ബോലോ ജയ്. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം തിയേറ്റർ മിനിസ്ട്രിയുടെ കൂടെയാണ്. തിയേറ്റർ മിനിസ്ട്രി എനർജിയിലെ തിയേറ്റർ മിനിസ്ട്രി. ഓക്കെ, നമുക്ക് തിയേറ്റർ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ നീലോട് ചോദിക്കാം. നീൽ എങ്ങനെയുണ്ടായിരുന്നു നൈസ്? പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് പ്രോഗ്രാം, പക്ഷേ നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്തപ്പോൾ അവർ കിടിലൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നല്ല കിടിലൻ ആക്ടേഴ്സൊക്കെ നമ്മുടെ പുതിയ പിള്ളേരിലുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ റൈസ് ബേബീസ്. ഓക്കെ, അടുത്തത് എങ്ങനെയുണ്ടായിരുന്നു റൈസ്? സ്കിറ്റൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ സ്ട്രഗിൾസ് ഉണ്ട്? അവന്മാര് കീഴടങ്ങി, പക്ഷെ ഞാൻ ഒരിക്കലും കീഴടങ്ങത്തില്ല. ഞാൻ അവന്മാർക്കിടയിൽ ഒരു മാസമായിട്ട് മാറും. സ്കിറ്റൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് പിള്ളേര് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കും അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ആ പ്രാക്ടീസിന് നമ്മുടെ പിള്ളേർ എല്ലാവരും നല്ലോണം സഹകരണം വരുന്നു. അതുകൊണ്ട് ഞാൻ അത്ര ഹാപ്പിയാണ് ഇതുപോലത്തെ പിള്ളേരെ കിട്ടിയാൽ. അപ്പോൾ സബ്കോ ബോലോ. പ്രൈസ് ഗോഡ്. നമ്മുടെ റൈസിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ. അപ്പോൾ റൈസ് കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെല്ലാം വീട്ടിലേക്ക് വരികയാണ്. റൈസിന് ഇങ്ങോട്ട് വിടുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? നല്ല പ്രതീക്ഷയായിരുന്നു. കുറച്ചും കൂടി ദൈവാനുഭവത്തിലേക്ക് വരും, ഇതൊരു വേറൊരു ലെവലിൽ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികൾ കരിസ്മാറ്റിക് അങ്ങനെയുള്ള റിട്രീറ്റൊക്കെയാണ്. അപ്പോൾ ഇത് അവർക്ക് എന്തായാലും ഒരു റയറായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ കാലത്ത് ജീസ് യൂത്തിൻ്റെ പോലത്തെ റിട്രീറ്റുകളും അതൊക്കെ എങ്ങനെയാണ്? നല്ലതാണെന്നാണോ ചീത്തയാണെന്നാണോ, അല്ലെങ്കിൽ പിള്ളേരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എന്താണ് അവർക്ക് ഈശോനെ കിട്ടുന്നുണ്ടോ? എന്താണ് ചേച്ചി പറയാനുള്ളത്? അതെ, അവർക്ക് ഈശോനെ കിട്ടുന്നുണ്ട്. പിള്ളേർ ഈശോനോട് കൂടെ ചേർന്ന് തന്നെ നിൽക്കണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനത്തെ റിട്രീറ്റൊക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർ ഈശോനെ ഒത്തിരി സ്നേഹിച്ച് ഈശോയുടെ കൂടെ നടക്കട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ ഇപ്പോൾ അറൈസ് കൂടിയ 2 പാർട്ടിസിപ്പൻസും അവരുടെ പാരൻസും ഉണ്ട്. സോ നമുക്ക് അവരോട് ചോദിക്കാം, അറൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ആരാധനയൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. ഓക്കെ, നമുക്ക് വേറൊരു പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. പാർട്ടിസിപ്പൻറ്റ് അടിപൊളിയായിരുന്നു. സോ നമുക്ക് ഇവരുടെ പാരൻസിനോട് കൂടി ചോദിക്കാം. ആൻറ്റി, ഇവരെ അറൈസിന് വിട്ടപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്? നല്ല കുട്ടികളായിട്ട് തിരിച്ചു വരണം, ഒത്തിരി ഈശോയിൽ അടുക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ വരുവാണ്. ഈശോയോട് കൂടുതൽ എടുക്കാനും പ്രാർത്ഥിക്കുവാനും നല്ല സ്വഭാവത്തിൽ വളരുവാനും കുറേ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അറിയപ്പെടാനും ഇടപെടാനും ഒക്കെ ഉള്ളൊരിത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചാണ് വിട്ടത്. ഓക്കെ, തോന്നുന്നുണ്ടോ ഈശോനെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. ലൈക്ക് അത്രമാത്രം ഗ്രേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആരാധനകളിൽ. ഇറ്റ് വാസ് ഗുഡ്, സൂപ്പറായിരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ. ലൈക്ക് സൂപ്പറായിരുന്നു, പറയാൻ വാക്കുകളില്ല, അത്രമാത്രം സൂപ്പറായിരുന്നു. ഓക്കെ, ആൻറ്റിയുടെ ഒരു അഭിപ്രായം? ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഇത് കൂടണ. ആദ്യം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവള് പോണത്. ഇവിടെ ഇതുകൊണ്ടിട്ടാണ് ഞാൻ അവളെ തന്നെ വിട്ടത്. അവൾക്ക് പോകണമെന്ന് പ്രസ് ചെയ്ത് തന്നെ ഞാൻ വിട്ടു. അവൾക്ക് ഇവിടെ മുഖമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്, ആ ഒരു ഗ്രേസ് ഉണ്ടല്ലോ അവളുടെ മുഖത്ത്. ഓക്കെ, അപ്പോൾ സബ്കോ ബോലോ ജയ് യേശു. ഹായ്, നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ചിറ്റൂർ പാരിഷിലെ പിള്ളേരാണ്. സോ ചിറ്റൂർ പാരിഷ് എങ്ങനെയുണ്ടായിരുന്നു റൈസ്? അടിപൊളിയാണ്. ആ ഒരു ദൈവാനുഭവം നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും? ശരിക്കും പറ്റി. ഓക്കെ, ഇനി ആ കിട്ടിയ ഒരു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ലൈഫ് ലോങ് കൊണ്ട് നടക്കുന്ന ഉറപ്പാണ്? സബ്കോ ബോലോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് റൈസിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. പേരെന്താടാ? എൻ്റെ പേര് എഡ്വിൻ. എവിടെ നിന്ന്? ഏത് പാരിഷിൽ നിന്ന്? ഞാൻ ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിൽ നിന്നാണ്. ഓക്കെ, റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈസ് പൊളിയാന്നൊന്നും പറയാനില്ല. ഓക്കെ, റൈസിന് വന്നിട്ട് നിനക്ക് എന്തൊക്കെ തോന്നി? എന്തൊക്കെ ഗുണങ്ങൾ തോന്നി? അല്ലെങ്കിൽ ഇതൊരു ബോറിംഗ് ആയിരുന്നു? റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് തുടക്കം ബോറിംഗ് ആയെന്ന് തോന്നുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. പരിശുദ്ധാത്മാവിനെ അല്ല നമുക്ക് മനസ്സിലാവും. നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്തിക്കാൻ പറ്റും. ഇനി നീ നിന്റെ ലൈഫിൽ കൂടുതൽ ദൈവമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് പോകും? ഇന്ന ഉറപ്പായിട്ടും ദൈവമായിട്ട് കണക്ട് ചെയ്തായിരിക്കും പോകുന്നത്. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കോ, ഈശോയ്ക്ക് വേണ്ടി മരിക്കോ? ഈശോയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യും, ജീവിക്കുകയും ചെയ്യും. അതാണ് പ്രൈസ് ഗോഡ്. ഒരുപാട് നേരം നിന്നാ. പേരെന്താണ്? എബിൻ. ഏത് പാരിഷിൽ നിന്നാണ്? ചാത്തിയത്ത്. എങ്ങനെയുണ്ടായിരുന്നു റൈസിന്റെ എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത് കൂടിയിട്ടില്ല. ഓക്കെ, ഇനി മുതൽ എന്താണ് പ്ലാൻ? ഈ ഒരു റൈസ് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നാണ് പ്ലാൻ? നല്ല രീതിക്ക് പോകണം, ദൈവമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് പോകും. ഓക്കെ, താങ്ക് യു. റൈസ് എങ്ങനെയുണ്ടായിരുന്നു?
അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ എറൈസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിനിസ്ട്രി ഏതായിരുന്നു? തിയേറ്റർ മിനിസ്ട്രി. ഏത് തിയേറ്ററിൻ്റെ ഏത് പെർഫോമൻസാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്? മൂന്നും അടിപൊളിയായിരുന്നു. എല്ലാ ഞങ്ങളെ കാണിച്ച സ്കിറ്റൊക്കെ അടിപൊളിയാണ്. തിയേറ്ററിൻ്റെ സ്കിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ഒന്ന് പറയാമോ? ശരിക്കും അവർ ജീവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു. നമുക്കെല്ലാം ഫീൽ ചെയ്യണ്ട. അവരിപ്പോൾ ഇടികൊള്ളണമെങ്കിലും എന്താണെങ്കിലും റിയൽ ആയിട്ട് നടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഈശോ വരുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചേട്ടനെ കാണുമ്പോൾ ഈശോയിട്ടാണ് തോന്നണത്. ഓക്കെ, നമ്മൾ അമ്മലിനെ കാണുമ്പോൾ. ഓക്കെ, ഹായ് ഹലോ, നമ്മുടെ ഇപ്പോൾ ഉള്ളത് കുറച്ച് പാർട്ടിസിപ്പൻസ് ആണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾക്ക് അറൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മിനിസ്ട്രി ഏതാണ്? മ്യൂസിക്, തിയേറ്ററിലെ സ്കിറ്റെല്ലാം ഇഷ്ടപ്പെട്ടു? തിയേറ്ററിലെ സ്കിറ്റെല്ലാം ഇഷ്ടപ്പെട്ടു? ചങ്ങല ചെയിൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ കാണാത്തൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഇന്റർസെഷൻ മിനിസ്ട്രി. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സന്തോഷത്തോടെ ഇരുന്നത്. നമുക്ക് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കാൻ. ഓക്കെ, അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സോ പ്രാർത്ഥന ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ബാക്ക് ബോൺ ആണ് പ്രാർത്ഥന. സോ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പൊ ഇന്റർസെഷൻ മിനിസ്ട്രി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആക്ച്വലി റൈസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇന്റർസെഷൻ മിനിസ്ട്രി അല്ലേ? സോ സബ്കോ ബോലോ. അപ്പോൾ നമ്മൾ കുറച്ച് ലീഡേഴ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ ഓഡിയോ വിഷ്വൽ മിനിസ്ട്രിയും ഉണ്ട്, ഡെക്കറേഷൻ ടീമും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് സ്കിറ്റ് ചെയ്തതും ഡെക്കറേഷനൊക്കെ ചെയ്തതും. പക്ഷേ ഇവരുടെ പുറകിലൊരു സംഭവമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ ഓരോ സ്കിറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയായിരുന്നു നിങ്ങളതൊക്കെ കംപ്ലീറ്റ് ചെയ്തത്? ആദ്യം തന്നെ നമ്മ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് പ്രെയറൊക്കെ ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നല്ലോണം യേശുവായിട്ട് അടുത്തിട്ടാണ് നമ്മൾ എല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണ സ്കിറ്റിനെ അതിലെ ഓരോ വ്യക്തികളെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് സ്കിറ്റിലേക്ക് കളിക്കണത് തന്നെ. സ്കിറ്റ് കളിക്കാൻ ഒരുങ്ങണത് തന്നെ നല്ലൊരു പ്രെയർഫുൾ ഇതിലാണ്. പ്രെയർ ഇല്ലാതെ നമുക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റുമോ? പ്രെയർ ഇല്ലാതെ കളിക്കാം, പക്ഷേ ഫുൾ അപകടമായിരിക്കും. നമ്മ എപ്പോഴും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം ഇതിൽ ഇറങ്ങാൻ തന്നെ. ഔട്ട്പുട്ട് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാണ്ടും ചെയ്തുകൂടെ? ഔട്ട്പുട്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ലേ? പ്രൊഫഷണൽ അല്ലേ നിങ്ങൾ? അപ്പോൾ കിട്ടുക. അപ്പോൾ പ്രെയറിൻ്റെ ആവശ്യകത എന്താണ്? അവിടെ ഞങ്ങളുടെ കഴിവല്ല നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രെയറിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ പ്രെയർ ചെയ്ത് സ്കിറ്റ് കളിക്കുമ്പോൾ അത് അവരിൽ ഹീല് ചെയ്യണം. അതിന് സത്യം പറഞ്ഞാൽ നമ്മളല്ല അവിടെ ചെയ്യുന്നത്. കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സ്കിറ്റ് വരെ കളിക്കണമെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം വേണം പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലൂടെ വരുന്നത്? ബോറടിക്കത്തില്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ? അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ഒരു സ്പിരിച്വൽ ഇതിലേക്ക് മാറ്റുന്നത്? അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്ഷമ വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ എല്ലാം പ്രാർത്ഥനയിലൂടെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇന്റർസെഷൻ റൂമിൽ ഇരിക്കാറുണ്ടോ? ഇരുന്നിട്ടാണോ ചെയ്യുന്നത്? ഇന്റർസെഷൻ റൂമിൽ ഇരുന്ന് ഈശോനോട് സംസാരിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഹായ് ഹലോ, നമ്മുടെ ഇപ്പോൾ ഉള്ളത് മീഡിയ മിനിസ്ട്രി ആണ്. സോ മീഡിയ മിനിസ്ട്രി നമ്മുടെ കോർഡിനേറ്റർ റൊമാൻ ഉണ്ട്, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ റീഷൽ ഉണ്ട്, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ട് ചേച്ചി ഉണ്ട്. സോ നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ മീഡിയയിലൂടെ ആ ഒരു ഈശോനെ കൊടുത്തത്? ഞങ്ങളുടെ ഓരോ എഡിറ്റ്സിലെ എഫേർട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്ചർ എഡിറ്റ്സ് ആണ് ഞങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത്. സോ മീഡിയ മിനിസ്റ്റർ ആകുമ്പോഴത്തേക്കും അധികം ആരും കാണാറില്ല. അതായത് നിങ്ങളൊരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ആ ഒരു എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകണോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്? ഇല്ല, ഞങ്ങള് എല്ലാവരുടെയും കൂടെ ഉണ്ട് അല്ലേ? എല്ലാവരെയും പകർത്തി നമ്മുടെ കൂടെ യേശുണ്ടല്ലോ. എന്തിനാണ് റൊമാൻ, എന്താണ് അഭിപ്രായം? ഈ റൈസിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മീഡിയ കവർ ചെയ്തതും? ഇറ്റ് വാസ് ഗുഡ്, നല്ലായിരുന്നു. എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റി. മീഡിയ മിനിസ്ട്രിയിലോട്ട് ആൾക്കാരൊക്കെ വരുന്ന എന്നാണ് ഒരു ആഗ്രഹം. ആൻഡ് യാ, സോ നിങ്ങൾ മീഡിയ മിനിസ്ട്രിയിലോട്ട് എല്ലാവരും വെൽക്കം ചെയ്യണം അല്ലേ? സോ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യും. Like if you want to proclaim Jesus through whatever talent that you have, be it the photography ആണെങ്കിലും videography ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും എന്താണെങ്കിലും മീഡിയയിലൂടെ നിങ്ങൾക്ക് ജീസസിനെ പ്രൊക്ലെയിം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ This is Arise 26.